ഹായ് ഗായ്സ്, ഒരു ലവ് സീരീസ് ഡേ 7. ആക്ച്വലി ഞാൻ ഇന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് വിചാരിച്ചായിരുന്നു. അത് വിചാരിച്ച് തലേദിവസം വേഗം ഇന്നലെ ഞാൻ വേഗം കിടന്നുറങ്ങിയായിരുന്നു. ഇന്ന് നേരത്തെ എണീറ്റ് രാവിലെ തന്നെ എല്ലാം സെറ്റാക്കി പോകണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, വെതർ ഓക്കെ ആണെങ്കിൽ മാത്രമേ പോകുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വെതർ ഓക്കെ അല്ലായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ വെയിലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാം. ഇതിൻ്റെ കിച്ചൺ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്താ അവസ്ഥയാണ് നോക്കുക ഗൈസ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ തോന്നുന്നു. അപ്പം രാവിലെ തുടങ്ങി ബെഡിൽ കിടപ്പ്. അപ്പം ഇനിയിപ്പം ലഞ്ച് കഴിക്കാൻ ടൈമായി. അപ്പം ലഞ്ച് കഴിക്കാം. അപ്പോൾ വെതർ ഒക്കെ ആകുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകാനുള്ള ഒരു ഡിസിഷൻ അതൊന്ന് മാറ്റി വയ്ക്കാം. കാരണം നോക്കൂ, ഈ ഒരു കാലാവസ്ഥയിൽ ആരാണ് ഗൈസ് പുറത്തോട്ട് പോവുക? പോരാത്തതിന് ഇപ്പം മഴയും പെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഋഷ്യസിംഗൻ പേര് കാട്ടാണെന്ന് എനിക്കറിയില്ല. ഋഷ്യസിംഗൻ തപസ് ഇരുന്നിട്ട് മഴ പെയ്തൊന്നും കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ജർമ്മനിയിൽ അലീന ഒരു 7-8 മണിക്കൂർ തപസ് ഇരുന്നിട്ട് വെയിൽ വന്നിട്ടുണ്ട്. പക്ഷെ മഴയല്ല, വെയിൽ രാവിലെ തുടങ്ങി വെറുതെ കുത്തിരിപ്പായതുകൊണ്ട് കുത്തിപ്പ് മാത്രമല്ല, ഓഫ് കോഴ്സ് ഫോൺ കൂടെ നോക്കിയിരുന്ന കാരണം തലവേദന കൊണ്ട് പുറത്തൊന്നും പറ്റത്തില്ല. ഈ ചായത്തുള്ളി പോകുന്നത് എന്താവും ലാസ്റ്റ് നമുക്ക് കണ്ടറിയാം ഗൈസ്. ജർമ്മനി മാത്രമല്ലേ കണ്ട നിങ്ങൾ നേരത്തെ കണ്ട വെതറാണോ നോക്കിയത്? എന്താണ് ഞാൻ പറഞ്ഞിറങ്ങി നോക്കാം. ഇനി നമ്മൾ പുറത്തിറങ്ങി എന്തെങ്കിലും നമുക്ക് ഓക്കെ. അങ്ങനെ ചാടിത്തുള്ളി ഞാൻ പോയത് അടുത്തുള്ളൊരു സ്ട്രീറ്റ് പോലൊരു സ്ഥലത്തായിരുന്നു, ജസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സൂര്യൻ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ എന്നെപ്പോലെ എല്ലാവരും നടക്കാൻ ഇറങ്ങും. ആ കൂട്ടത്തിൽ ഞാനും ഇറങ്ങി. അങ്ങനെ കുറേ നേരം നടന്ന് വയ്യാണ്ടായപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയി.